അവിടെ കിഴക്കഞ്ചേരി പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടുപോയ 2 പേരിൽ യുവാവിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് യുവാവിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. യുവാവിനൊപ്പം എത്തിയ സ്ത്രീക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകി. ഇക്ബാൽ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാതെ വലിയ താഴ്ചയിലാണ്, വലിയ ആഴമുണ്ട്. അവിടെയാണ് അപകടം നടന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം തന്നെ ദുഷ്കരമായിരിക്കും. ഇത് എപ്പോൾ സംഭവിച്ചാണ് ഇക്ബാൽ? ഷിഹാസ്, പാലക്കാട് ജില്ലയുടെ നഗരപ്രദേശങ്ങളിൽ മഴയില്ലെങ്കിൽ പോലും മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ രാവിലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് ഒരു നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതറിയാതെ പാലക്കാട്ടേക്ക് എത്തിയ, തമിഴ്നാട്ടിൽ നിന്നെത്തിയ 5 അംഗ സംഘമാണ് ഈ പാലക്കുഴി മേഖലയിലേക്ക് എത്തിയത്. അവരിൽ 2 പേരാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടത്. ഉച്ചയോടുകൂടിയാണ് പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ 2 പേർ അകപ്പെട്ടത്. ഒരു യുവാവും ഒരു യുവതിയും ഈ വെള്ളച്ചാട്ടത്തിൽ അകപ്പെടുകയായിരുന്നു. ഇതിൽ യുവാവ് ഈ പാറക്കെട്ടുകൾക്കിടയിലേക്കാണ് വീണത്. പിന്നീട് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ അവിടേക്ക് എത്തുകയും വടം ഉപയോഗിച്ച് താഴോട്ട് ഇറങ്ങി ആ യുവാവിനെ നിലവിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ യുവാവിനൊപ്പം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വീണ ഒരു യുവതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ആലത്തൂരിൽ നിന്ന് ഉൾപ്പെടെ വടക്കഞ്ചേരിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തി ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വനപ്രദേശമാണ് ഈ പാലക്കുഴി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. അവിടേക്ക് എങ്ങനെ ഈ സഞ്ചാരികൾ എത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത്. ഏതായാലും യാത്രാ നിരോധനം അവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഈ 5 അംഗ സംഘം അവിടേക്ക് എത്തുകയും ഇവരിൽ 2 പേരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടുള്ളത്. അതിൽ ആ യുവാവിനെ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അയാളെ അല്പസമയം തന്നെ പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റേ യുവതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും അഗ്നിശമന സേനാ അംഗങ്ങൾ തുടരുകയാണ്. ശരി ഇക്ബാൽ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ പ്രേക്ഷകരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നും വരും ദിവസങ്ങളിലും ഇനിയുള്ള 3 ദിവസമെങ്കിലും ശക്തമായ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, മലയോര പ്രദേശങ്ങളിലേക്ക്, ഈ നദീതീരങ്ങളിലേക്കൊക്കെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ വകുപ്പും സംസ്ഥാന സർക്കാരും ഒക്കെ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.